ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ട്രിവാൻഡ്രം സ്റ്റൈൽ കപ്പയും മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കപ്പ ഉണ്ടാക്കാൻ നോക്കിയാലോ. 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങ, അതിലോട്ട് 15 അല്ലിയോളം വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്തൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഒരു ചട്ടിയിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി ചേർത്താണ് ഇത് വേവിച്ചിരിക്കുന്നത്. ഇതിലോട്ട് അരപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റോളം വേവിക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അവസാനം ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മീൻകറി എന്ന് പറയുമ്പോൾ തേങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയുടെ പ്രത്യേകത ഇതിലോട്ട് തൊണ്ടമുളക്, മുരിങ്ങയ്ക്ക ഇതെല്ലാം ചേർക്കും. അപ്പോൾ ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ലേശം ഉലുവാപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് പുളിവെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നത്. നല്ല മഷി പോലെ അരച്ചെടുക്കണം. പിന്നെ ഇതൊരു കറിച്ചട്ടി എടുത്തതിന് ശേഷം അതിലോട്ട് മാറ്റുക. അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കുക. അതിലോട്ട് ഉപ്പ്, പിന്നെ ഇതിൽ 2 ടൈപ്പ് പച്ചമുളക് ചേർക്കുന്നുണ്ട്. തൊണ്ടൻ മുളകും അതുപോലെ സാദാ മുളകും ചേർക്കുന്നുണ്ട്. തക്കാളിയും പിന്നെ മെയിൻ ഐറ്റമായ മുരിങ്ങയ്ക്കയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മീനിട്ട് ഒരു 10 മിനിറ്റിനകം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതും കപ്പയ്ക്ക് പറ്റിയൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.